നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരമായ ഒരു ഉദ്യാന സസ്യമായിട്ടുള്ള ആന്തൂറിയത്തെയാണ്. എറേസിയ കുടുംബാംഗത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ആന്തൂറിയം ആൻഡ്രിയാന എന്നാണ്. പൂവിൻ്റെ ആകൃതിയെ കണക്കിലാക്കി ഇതിനെ ഫ്ലെമിംഗോ ഫ്ലവർ, ബോയ് ഫ്ലവർ എന്നൊക്കെയും വിളിക്കാറുണ്ട്. വ്യത്യസ്ത നിറത്തിലും ആകൃതിയിലുമുള്ള ആന്തൂറിയം ഇന്ന് വിപണികളിൽ ലഭ്യമാണ്. വലിയ ഇലകളുള്ള ഈ ആന്തൂറിയത്തിന് വെറ്റിലയുടെ ഇലയോട് സാദൃശ്യമുണ്ട്. പിന്നെ ഇതിൻ്റെ മനോഹരമായിട്ടുള്ള പൂക്കൾ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു. കൂടുതലായും ചുവപ്പ്, വെള്ള, അതുപോലെ രണ്ട് നിറങ്ങളും കൂടി കലർന്നിട്ടും പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇലയേക്കാൾ വളരെ നീണ്ട തണ്ടുകളോടുകൂടി ഏറ്റവും മുകളിലായിട്ടാണ് ഒറ്റ പുഷ്പമായി ആന്തൂറിയം കാണാൻ സാധിക്കുന്നത്. ഒരു നിത്യഹരിത സസ്യമാണിത്. ഇളം ചൂട്, ഉയർന്ന ആർദ്രത, അതുപോലെ തുടരെയുള്ള ജലസേചനം എന്നിവയെല്ലാം ഇതിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. മിതമായ കാലാവസ്ഥയാണ് ശരിക്കും ആന്തൂറിയത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടത്. അതുപോലെ ഇതിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃത്രിമ തോട്ടങ്ങളിലും ആന്തൂറിയം വളർത്തി വരുന്നുണ്ട്. വായുമലിനീകരണത്തെ തടയുവാൻ വളരെ ഉത്തമമാണ് ഈ ആന്തൂറിയം. അന്തരീക്ഷത്തിലുള്ള ക്സൈലിൻ, ടൊളുവിൻ, അമോണിയ തുടങ്ങിയ രാസഘടകങ്ങൾ ഇവ ആഗിരണം ചെയ്യുന്നു. വീടിനകത്തും പുറത്തും ഒരേപോലെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സസ്യമാണ് ആന്തൂറിയം. കളർ തെറാപ്പിക്കാണ് ഇത് കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ആന്തൂറിയം ഒരു എനർജി കിട്ടാവുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഈ പൂവ് എടുത്തിട്ട് പാലിൽ കലക്കുക. എന്നിട്ട് പാല് കലക്കി തിളപ്പിച്ചിട്ട് അരിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ല എനർജി കിട്ടും. ഈ സ്ട്രെസ്സിന് വളരെ നല്ലതാണ്. അതുപോലെ ഈ ആന്തൂറിയത്തിൻ്റെ പൂവ് വെള്ളം തിളപ്പിക്കുക. ആ വെള്ളം തിളപ്പിച്ചത് അരിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കണ്ണ് കഴുകി കഴിഞ്ഞാൽ കണ്ണിന് നല്ല കുളിർമ കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗമുള്ളത് എന്ന് പറഞ്ഞ പോലെ ഈ കുളിക്കുന്ന സമയത്ത് ഈ ആന്തൂറിയം കംപ്ലീറ്റ് കലക്കമാക്കിയിട്ട് മേലെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ല സ്മൂത്ത്നെസ് കിട്ടും, സ്കിന്നിന് നല്ല തണുപ്പും കിട്ടും.